അവിടെയൊക്കെ പാലക്കാട് വിക്ടോറിയ കോളേജ് നമുക്കറിയാം, അവിടെയായിരുന്നു കൗണ്ടിംഗ് സ്റ്റേഷൻ. അതിന് മുൻപിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവരാജൻ പാലക്കാട്ട് BJPയുടെ ജില്ലാ അധ്യക്ഷനാണ് എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് അദ്ദേഹം തിരിച്ചു പോകുന്നത് അദ്ദേഹമാണ് എന്ന് മനസ്സിലാകുന്നു. ക്ഷമിക്കണം, EN സുരേഷ് ബാബു അല്ലെ? EN സുരേഷ് ബാബുവാണ് പാലക്കാട്ടെ BJPയുടെ കോൺഗ്രസിന്റെ CPMന്റെ ജില്ലാ സെക്രട്ടറി. അദ്ദേഹമാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. പ്രവർത്തകർ വലിയ തോതിൽ അവിടെ തടിച്ചു നിൽക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനം കൂടി അതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ നഗരകേന്ദ്രങ്ങളിലടക്കം വലിയ ഭൂരിപക്ഷം, വലിയ വോട്ട് വ്യത്യാസം BJP പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സംഭവിക്കുന്നില്ല. നഗരകേന്ദ്രങ്ങളിൽ പൂർണ്ണമായും പുറകോട്ട് പോകുന്നു. ഗ്രാമീണ മേഖലകളിലും യാതൊരു സാന്നിധ്യവും ഉണ്ടാക്കാൻ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കാവുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് വലിയൊരു പരാജയത്തിലേക്ക് BJP എത്തുന്നത്. 11,000 വോട്ടുകൾ BJPക്ക് പാലക്കാട് നഷ്ടപ്പെടുന്നു. നഗരസഭാ ഭരണം, നഗരസഭയിൽ കഴിഞ്ഞ 3 തവണയായി ഭരിക്കുന്ന BJP, നഗരസഭയിൽ ഗണ്യമായ സ്വാധീനമുള്ള BJP, ഗ്രാമപ്രദേശങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന BJP, അവർക്കത് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന പശ്ചാത്തലം. അതിനെ എങ്ങനെ വിലയിരുത്തും, ആ വിഷയത്തെ എങ്ങനെ സമീപിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനി BJPയിൽ നിന്ന് ആകെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് അനിൽ ആന്റണിയുടേതാണ്. അത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നതിന് മുമ്പാണ്. അതായത് BJPക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രതികരണമാണ്. അതായത് പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറയും രാഹുലിനേക്കാളും എന്നുള്ള ഒരു പ്രതികരണം അനിൽ ആന്റണി അല്പം മുൻപ്. പക്ഷെ അതല്ലാതെ ശിവരാജനും അനിൽ ആന്റണിയും അല്ലാതെ ആരും പ്രതികരിച്ചില്ല. ഇനി ഉറ്റുനോക്കുന്ന ഒരു പ്രതികരണം കൂടിയുണ്ട്. അത് പത്മജ വേണുഗോപാൽ എന്ത് പ്രതികരണം നടത്തും പാലക്കാട്? പത്മജ വേണുഗോപാൽ കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചാരണത്തിന് എത്തുന്നതുമായി ബന്ധപ്പെട്ട് പോലും പറഞ്ഞ പ്രസ്താവനകളുണ്ട്. ആ വിഷയം, അതായത് ഒരു ജയത്തിനിടയിൽ ആർക്കൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് തീർക്കാനുള്ളത്, ഓരോരുത്തർക്കായി ഈ വിഷയങ്ങളെല്ലാം വരും. പത്മജയ്ക്ക് കൊടുക്കാനുള്ള മറുപടി കെ മുരളീധരനുണ്ടാവും. പക്ഷേ ആ മറുപടിയുടെ ഇടയിലാണ് കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണുന്നത്. ഒരു തിരിച്ചുവരവ് സാധിക്കാത്ത ഞങ്ങൾക്കിത് അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ അടുത്തു വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനുമുള്ള ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു വേദിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞങ്ങൾ മാറ്റും. ഉറപ്പായിട്ടും അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇന്ന് 28 ആണെങ്കിൽ 35 സീറ്റോട് കൂടിയിട്ട് അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും അടുത്തുള്ള പഞ്ചായത്തുകളിലും ഭരണം പിടിക്കാനുള്ള ഒരു തുടക്കം ഞങ്ങൾ ഉടനെ തന്നെ ആവും. ഇതൊരു ആത്മപരിശോധനയ്ക്കുള്ള തെരഞ്ഞെടുപ്പായിട്ട് ഞങ്ങൾ മാറ്റും. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അല്ല, അത് ഞങ്ങളുടെ അടിസ്ഥാന വോട്ട് ഞങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. 2016 ഞങ്ങൾക്ക് കിട്ടിയത് ഏകദേശം 40,000 വോട്ടാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയത്, ഞാൻ മത്സരിച്ച സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയത് 40,000-നടുത്ത വോട്ടാണ്. ആ 40,000